എൻ്റെ സൈക്കോളജി റിസർച്ചിൻ്റെ ഭാഗമായി സിംഗപ്പൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് സ്പെഷ്യൽ ലീവ് എടുത്തുകൊണ്ട് ഞാനീ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അപ്പുറത്ത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏർവാടിയിലേക്കാണ്. പൊസഷൻ ആൻഡ് എക്സോസിസം, അതായത് പ്രേതബാധയും ബാധ ഒഴിപ്പിക്കലും. ഇതിന് പേര് കേട്ട ദർഗയാണ് ഏർവാടി ദർഗ എന്നുള്ളത്. റിസർച്ചുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏർവാടി ദർഗ ഒരു പ്രത്യേക സൈക്കിക് വൈബ് തന്നെയായിരുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. മൂണി VPN എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു VPN ആപ്ലിക്കേഷൻ ആണിത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു VPN ആപ്ലിക്കേഷൻ ആണ് മൂണി VPN എന്നുള്ളത്. ആഡ് വാച്ച് ചെയ്യുന്നതിലൂടെ VPN കണക്ട് ചെയ്യാവുന്നതാണ്. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഈ ഒരു VPN ആപ്ലിക്കേഷൻ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ും ബാധ ഒഴിപ്പിക്കൽ നടക്കുന്ന മതകേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏർവാടി ദർഗ എന്നുള്ളത്. ഏർവാടി എന്ന കുഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇസ്ലാം മത വിശ്വാസ കേന്ദ്രമാണ് ഏർവാടി ദർഗ എന്നുള്ളത്. തമിഴ്നാട്ടിലാണെങ്കിലും ഈ ദർഗയിൽ മലയാളികളാണ് കൂടുതലും വന്നു പോകുന്നത്. ഏത് ബാധയും ഇവിടെ എത്തിയാൽ പമ്പ കടക്കുമെന്നാണ് വിശ്വാസികളുടെ വിശ്വാസം. സത്യത്തിൽ ഇവിടെ വലം വയ്ക്കുന്ന വിശ്വാസികളുടെ ശരീരത്തിൽ ബാധയുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം ആദ്യം പാരാസൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ പറയാം. ഒരു ആത്മാവ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു, എന്നിട്ട് അതിന് വേണ്ടി വരുന്ന കാര്യങ്ങളെല്ലാം ഈ വ്യക്തി എന്ന മീഡിയം വഴി ചെയ്യുന്നു. ഇതിനെ പൊസഷൻ എന്നാണ് പറയുന്നത്. ഇനി മതപരമായ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പ്രേതബാധയെ ബാധിച്ച വ്യക്തിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനെ എക്സോസിസം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എക്സോസിസം ആൻഡ് പൊസഷൻ എന്നതിനെ കുറിച്ച് പാരാസൈക്കോളജി ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ പറയാം. എനിക്കിവിടെ ഒട്ടനവധി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാരെയാണ് കാണാൻ കഴിഞ്ഞത്. സ്കിറ്റ്സോഫ്രീനിയ, ബൈപോളർ എന്നിങ്ങനെ മാനസികാവസ്ഥകൾ ഏർവാടിയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രാൻസ് സ്റ്റേറ്റ്, അതായത് ചില സമയത്തെ തീവ്ര വിശ്വാസങ്ങൾ ഒരാളെ ഉറഞ്ഞു തുള്ളാനും ചുറ്റുപാടിൽ നിന്ന് വഴുതിപ്പോകാനും സ്ഥലകാല ബോധമില്ലാതെ പെരുമാറാനും ഒക്കെയുള്ള ഒരു അവസ്ഥയാണ് ട്രാൻസ് സ്റ്റേറ്റ് എന്നുള്ളത്. പള്ളിയിലെ പ്രാർത്ഥന മുതൽ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത് വരെ ട്രാൻസ് സ്റ്റേറ്റിൽ ഉൾപ്പെടുന്നു. അത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതായത് ചുരുക്കി പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ് ഇതെല്ലാം എന്നുള്ളത് തന്നെ. ചിലർ വാദിക്കുന്നത് ഇപ്രകാരമാണ്, അതായത് ഡോക്ടർമാർ കൈയൊഴിഞ്ഞു, ഇവിടെ വന്നപ്പോൾ രോഗം മാറി. പക്ഷേ രോഗം മാറി എന്നുള്ളതിന് പൂർണ്ണ തെളിവുകളൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാകില്ല. ഇങ്ങനെ രോഗം മാറുമോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഞാൻ പറയാം. വിശ്വാസികളിൽ ഒരു വിശ്വാസം ഉണ്ടാകും, തീവ്രമായ ഒരു വിശ്വാസം. ഇവിടെ വന്നാൽ എന്റെ രോഗം മാറും എന്നിങ്ങനെ രോഗി ചിന്തിക്കുന്നു. ഇവിടെ വരുന്നു, ഉറഞ്ഞു തുള്ളുന്നു, ശേഷം തളർന്ന് വീണെണീക്കുമ്പോൾ രോഗം മാറിയതായിട്ട് രോഗിക്ക് തോന്നുന്നു. പിന്നീട് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കുകയുമില്ല. ഇതും ഒരു തീവ്ര വിശ്വാസം തന്നെയാണ്. അതായത് മനസ്സിന്റെ മായാജാലം എന്നുള്ളത് തന്നെ. ചിലപ്പോൾ താൽക്കാലികമായോ ചിലപ്പോൾ പെർമനന്റ് ആയോ ഒരാളിൽ നിന്ന് മാനസിക പിരിമുറുക്കം പൂർണ്ണമായും വിട്ടുമാറിയേക്കാം. അത് അവരുടെ മനസ്സിലെ തീവ്ര ദൈവവിശ്വാസമാണ്. അതും മനസ്സ് തന്നെയാണ്. ദൈവവിശ്വാസം ഒരാൾക്ക് ഒരു റിലീഫ് ആണെങ്കിൽ, അയാൾക്ക് മാനസികമായി സപ്പോർട്ട് ലഭിക്കുന്നു എങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് അന്ധവിശ്വാസമാകാൻ പാടില്ല എന്ന് മാത്രം. വർഷങ്ങളോളം ഏർവാടിയിൽ വന്നിട്ടും രോഗം മാറിയില്ലെന്നും ചിലർ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ചില അവസ്ഥയിൽ വിശ്വാസം തുണയ്ക്കുമ്പോൾ ചില അവസ്ഥയിൽ വിശ്വാസം തിരിച്ചടിച്ചേക്കാം. മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തികൾ, മാനസികമായി അറ്റൻഷൻ കിട്ടാത്തവർ, തങ്ങളുടെ കാര്യങ്ങൾ കേട്ടിരിക്കാനും തങ്ങളുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ആരും ഇല്ലാത്തവർ ചിലപ്പോൾ ഒരു പ്രേതബാധ ഉള്ളതുപോലെയൊക്കെ പെരുമാറിയേക്കാം. മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് പരിഹാരം.